എല്ലാവർക്കും നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായ ശ്രീ CJ റോയ് അദ്ദേഹം ഒരു IT റെയ്ഡ് നടക്കുന്നതിനിടയിൽ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഇതിനെ തുടർന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ആൾക്കാരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫീലിങ്ങിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ മീഡിയയിൽ പല ആൾക്കാരും ഇന്ന കാരണം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള കുറേയധികം പ്രൊപ്പഗണ്ടയും പടച്ചിറക്കി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പലതരത്തിൽ ഈ ഒരു വിഷയത്തിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് രാഷ്ട്രീയമായിട്ട് ഇതിനെ കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. തങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും IT അന്വേഷണം നേരിടുന്നുണ്ട് എങ്കിൽ അവരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി IT ഡിപ്പാർട്ട്മെൻറ്റിനെ എതിർക്കുന്നതിന് വേണ്ടി ഇതിനെ കൺവീനിയൻ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ബിസിനസ്സുകാരോട് പൊതുവെ ആർക്കും വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ സ്വന്തം നറേറ്റീവുകൾക്ക്, അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, വ്യക്തിപരമായിട്ടുള്ളതായിക്കോട്ടെ, അതൊക്കെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് ശ്രീ റോയിയുടെ ആത്മഹത്യയെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഇത് ഒരു ആത്മഹത്യ എന്ന നിലയ്ക്ക് മാത്രം കാണേണ്ടതാണോ, അതോ അതിന് പിന്നിൽ ഒരു പീഡനമുണ്ട് എന്നുള്ള ഒരു വാർത്ത എത്രത്തോളം ശരിയാണ്? IT ഡിപ്പാർട്ട്മെൻ്റ് ആണോ ഇതിനെല്ലാം കാരണക്കാർ? ഈ വിഷയത്തിനെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ന്യായം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുക. അതെന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ശ്രീ റോയിയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ ആദ്യ പ്രതികരണങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രതികരണം വന്നത് ശ്രീ P. രാജീവിൽ നിന്നാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഇതിൽ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള റെയ്ഡുകളും മറ്റും നടത്തി അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ബിസിനസ്സുകാരിൽ ഉണ്ടാക്കി തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലത്തേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി, പാർട്ടിക്ക് ഡൊണേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി, പാർട്ടിയിൽ ചേരുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെയൊക്കെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു CPM ലൈൻ അത് കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ രാജീവ് ഇവിടെ ശ്രമിക്കുന്നത്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം IT ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെർച്ച് നടത്തുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിക്രമമാണ്. IT ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെർച്ച് നടത്തുക എന്നുള്ളത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടതൊന്നാണ്. അവരുടെ റുട്ടീനായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. തന്നെയുമല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയറലായിട്ടുള്ള ഓപ്പറേഷനുമാണ്. അവർക്ക് ഇത് നടത്തിയതിന് ശേഷം മാത്രമേ ആൾക്കാരുടെ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ ആരായണമെങ്കിലൊക്കെ ഈ ഒരു സെർച്ച് എന്നുള്ളത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെയ്ഡ് എന്ന വാക്ക് പോലും അവർ സാധാരണ ഉപയോഗിക്കാറില്ല. സെർച്ച് എന്നുള്ള വാക്കാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ ഓഫീസിലോ വീട്ടിലോ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെയ്ഡ് നടക്കുന്നു എന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നും തന്നെ ഉണ്ടാകേണ്ടതില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്ക് ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയോ അങ്ങനെ ചെയ്ത പരിപാടികളൊന്നുമില്ല. അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇറഗുലാരിറ്റി കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുന്നു. അതിനെ എതിർക്കുന്നതിന് വേണ്ടി, ചാലഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ അവന്യൂസ് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള എല്ലാ നിയമവ്യവഹാര സംവിധാനങ്ങളും ആൾക്കാർക്ക് ഉപയോഗിക്കാം. കോടതികളിലേക്ക് പോകാം, സുപ്രീം കോടതിയിൽ വരെ പോകാം. അങ്ങനെ ഒരു റെമഡിക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അതിലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ എത്ര പണമാണ് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടത് എന്നതിൽ തീരുമാനമുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നതുമാണ്. അപ്പോൾ സാധാരണ ഒരു പോലീസ് കേസ് പോലെയോ അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം പോലെയോ ഒന്നും തന്നെ കാണേണ്ടതില്ലാത്ത ഒന്നാണ് IT റെയ്ഡ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയുമാണ്. എന്നിരിക്കെ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു താല്പര്യത്തിന് ബിസിനസ്സുകാരെ അവരുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് എന്ന് പറയുക, പാർട്ടിക്ക് ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊയർഷനാണ് എന്ന് പറയുക, ഏതെങ്കിലും രീതിയിൽ പാർട്ടിയിൽ ചേരാനുള്ള ഒരു സമ്മർദ്ദമാണ് എന്ന് പറയുക എന്നതൊക്കെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി, രാഷ്ട്രീയ ലാക്കോടുകൂടി പറയുന്ന നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട വ്യവസായിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം പറയുന്ന സമയത്ത് നമ്മുടെ ക്ലെയിമുകളെ ബാക്ക് ചെയ്യുന്നതിനുള്ള തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെ തെളിവുകളില്ലാതെ സംസ്ഥാനത്തെ ഇൻഡസ്ട്രീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി തന്നെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വേണ്ടി ഒരാളിൻ്റെ ആത്മഹത്യയെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ധാർമ്മികമേ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് മരണപ്പെട്ട വ്യക്തിയോടുള്ള ഒരു അനാദരവ് കൂടിയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. ഇനി ഈ ടാക്സ് അതോറിറ്റികൾ ഈ ഒരു സെർച്ച് നടത്തുന്ന സമയത്ത്
അത് വളരെ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സേഫ് ഗാർഡ്സോട് കൂടിയിട്ടും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി അവർ ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉന്നത നിലയിൽ നിന്ന് അതിനുള്ള അപ്രൂവൽ ഉണ്ടാകണം. അപ്പോൾ അതിനർത്ഥം വളരെ കൃത്യമായിട്ട് ഒരു കേസ് മേക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ഒരു സെർച്ച് ഓതറൈസ് ചെയ്യുകയുള്ളൂ. അതായത് റാൻഡമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസായിയെ അങ്ങ് സമ്മർദ്ദത്തിലാക്കാം എന്ന് കരുതി ഒരു റെയ്ഡ് നടത്തുക എന്നുള്ളത് അസംഭവ്യമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനർത്ഥം ശ്രീ റോയിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു കേസ് മേക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഹൈ പ്രൊഫൈൽ സെർച്ചുകൾ നടക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇരുപക്ഷത്തിൻ്റെയും, അതായത് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിലും അതേപോലെ ഏത് വ്യക്തിയുടെ സ്ഥാപനങ്ങളോ വീടോ ആണ് സെർച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെയും എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടാവില്ല, മാനസികമായ സമ്മർദ്ദത്തിന് ശ്രമിക്കാൻ പാടില്ല എന്നുണ്ട്, നിയമവിധേയമല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതും അസാധ്യമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോൺ അഗ്രസീവാണ്. അതായത് ആരെയാണോ സെർച്ച് ചെയ്തത് ആ ആളിനെ യാതൊരു വിധത്തിലും സമ്മർദ്ദത്തിൽ പെടുത്തേണ്ടതില്ലാത്ത തരത്തിലുള്ള ഒരു സെർച്ചാണ് സാധാരണഗതിയിൽ നടക്കുക. ഇനി അതിന് വയലേറ്റ് ചെയ്തുകൊണ്ട് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി, അത് അദ്ദേഹത്തിന് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുക, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പീഡനം, മാനസികമായി അദ്ദേഹത്തിനെ തളർത്തുന്ന രീതിയിലത്തേക്കുള്ള നടപടി, നിയമവിധേയമല്ലാത്ത എന്തെങ്കിലും ഭീഷണി, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നോർമലി നോൺ അഗ്രസീവായിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ എന്തെങ്കിലും തരത്തിലുള്ള അഗ്രഷൻ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു തെളിവും നമ്മൾ കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ ആത്മഹത്യയെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആക്ഷൻ്റെ പരിണത ഫലമാണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് ചൂണ്ടിക്കാട്ടാനായിട്ട് കഴിയുകയില്ല. ഇവിടെ ഒരുപക്ഷെ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യ, അതിന് PP ദിവ്യയെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അങ്ങനെയെങ്കിൽ ദിവ്യയെയും കുറ്റം പറയേണ്ടതില്ലല്ലോ എന്ന് പല ആൾക്കാരും കഴിഞ്ഞ ദിവസം ചോദിച്ചു കണ്ടു. എന്നാൽ അത് ശരിയായിട്ടുള്ള ഒരു താരതമ്യമല്ല. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചെയ്യുന്നത് പ്രൊസീജിയറലായിട്ട് നിയമപരമായിട്ട് ഡ്യൂട്ടി ബൗണ്ടായിട്ട് അവർ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയപ്പ് ചടങ്ങിൽ വെച്ച് അധിക്ഷേപിക്കേണ്ട, പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടത് ഒരാളിൻ്റെ ഡ്യൂട്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് പേഴ്സണൽ ഹറാസ്മെൻറ്റും ഒഫീഷ്യൽ ഡ്യൂട്ടിയും തമ്മിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട് എന്നുള്ളത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടും നിയമപരമായിട്ട് കാണേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് റെമഡി കോടതികളിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതുമാണ്. ഒരു ആത്മഹത്യ എന്നത് സങ്കീർണമായിട്ടുള്ള ഒരു ട്രാജഡിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നേരിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷനുമായിട്ട് നമ്മളതിനെ ആട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സെർച്ച് നടത്തുക, റെയ്ഡ് നടത്തുക എന്നുള്ളതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ സ്റ്റെപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി മാനസിക സമ്മർദ്ദത്തിലാകുന്നുണ്ട് എന്നതിനെ ഒരു കാരണമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള റെയ്ഡുകളൊന്നും തന്നെ ഇനി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു സർക്കാരിനും എത്താൻ കഴിയില്ല. അവരെ അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കാനും ആവില്ല. അതുകൊണ്ട് തന്നെ രണ്ടു ഭാഗത്തിനും പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലത്തേക്ക് എന്തെങ്കിലും അഡീഷണൽ പ്രോട്ടോക്കോൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഇത് ഒരു സൂയിസൈഡിന് അട്രിബ്യൂട്ടബിൾ ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ എന്ന രീതിയിലത്തേക്ക് ഇതിനെ കാണുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം IT ഡിപ്പാർട്ട്മെൻറ്റും EDയും ഒക്കെ തന്നെ സെർച്ചുകളിൽ കൂടി തന്നെയാണ് അവർക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് കണ്ടെടുക്കുന്നതും ഒരു കേസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇവിടെ ശ്രീ റോയിയുടെ മുന്നിലും നിരവധി ലീഗൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഒരു IT സെർച്ച് കഴിയുമ്പോൾ അവർ ആ സമയം തന്നെ അദ്ദേഹത്തിനോട് ഉടനടി പെനാൽറ്റി അടയ്ക്കൂ എന്ന് പറയുകയില്ല. അദ്ദേഹത്തിനെതിരെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനോമലി, വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു ഇൻകം, അങ്ങനെ എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അസറ്റിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് പ്രൊപ്പോർഷണേറ്റായിട്ടുള്ള ടാക്സ് അദ്ദേഹം അടച്ചിട്ടില്ല എന്ന ഒരു വാദം IT ഉണ്ട് എങ്കിൽ ഇതെല്ലാം തന്നെ രേഖാമൂലം അദ്ദേഹത്തിനെ അറിയിക്കേണ്ടുന്ന ചുമതല അവർക്കുണ്ട്. അതായത് എന്തൊക്കെയാണോ അവരുടെ ഫൈൻഡിങ്സ്, ആ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എങ്കിൽ ആ കാര്യം, അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടിയാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കാര്യമെല്ലാം തന്നെ ഒരു ഫോർമൽ റിട്ടൺ കറസ്പോണ്ടൻസ് ആയിട്ട് തന്നെ ശ്രീ റോയിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് കൈമാറേണ്ടുന്ന നിയമപരമായിട്ടുള്ള ചുമതല IT ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ റോയിക്ക് ആദ്യം ചെയ്യാമായിരുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു.
ഈ സെർച്ച് കഴിയുമ്പോഴേക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസ് എല്ലാം തന്നെ തിരിച്ചു പോകും. പിന്നീട് ശ്രീ റോയിക്ക് ഈ കാര്യത്തിനെ നേരിടുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ വേണമോ അതെല്ലാം തന്നെ സ്വീകരിക്കാനുള്ള മതിയായ സമയം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ടെത്തലുകളോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റലായി ചാലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോടതികളിൽ പോയി വേണമെങ്കിലും അദ്ദേഹത്തിന് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. തന്നെയുമല്ല, ഒരു വലിയ ബിസിനസ്സിന് ഉടമസ്ഥനായിട്ടുള്ള ഒരു കോൺഗ്ലോമറേറ്റ് റൺ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ ഏബിളായിട്ടുള്ള ഒരു ലീഗൽ ടീമുണ്ടായിരിക്കും, ഒരു ഫൈനാൻസ് ടീമുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുമായി കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം മാത്രമേ ഏതൊരു ബിസിനസ്സുകാരനും ഇങ്ങനെയുള്ള ഒരു IT സെർച്ച് നടന്നു കഴിഞ്ഞാൽ അതിനേക്ക് അനുബന്ധമായിട്ടുള്ള എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണോ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഇവിടെ അദ്ദേഹം അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരറിവുമില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് നിയമപരമായിട്ട് തനിക്ക് ലഭ്യമാകുമായിരുന്ന നിരവധി സാധ്യതകളെ അദ്ദേഹം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ആത്മഹത്യയിലേക്ക് പോയത് എന്നീ ചോദ്യങ്ങളാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്നും തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് അതിനെ ആട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടുന്ന നേരിട്ടുള്ള ഒരു കാരണമില്ല. കാരണം അദ്ദേഹത്തിന് അതിലൂടെ നിയമപരമായി തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിനുള്ള മതിയായ അവന്യൂസ് ഈ ലീഗൽ സംവിധാനം, നമ്മുടെ സിസ്റ്റം അദ്ദേഹത്തിന് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇവിടെ ചുരുളഴിയേണ്ടുന്ന രഹസ്യം. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ IT ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചെയ്തിരുന്ന നടപടികളെല്ലാം തന്നെ നിയമപരമായിട്ടുള്ളതാണ്. അതിന് ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള അനുമതിയുണ്ട്, പ്രൊസീജിയറിലാണ്, നോൺ അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നുമല്ല എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെയുള്ള ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇല്ലാത്തിടത്തോളം ഈ ആത്മഹത്യയുടെ ഒരു കോസേഷൻ എന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷനാണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ അനുമാനിക്കുക എന്നുള്ളത് തെറ്റായി പോകും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ അഗ്രഷൻ കാണിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പോലും നമുക്ക് ഒന്നും അറിയില്ല. അതിന് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നോൺ അഗ്രസീവ് ആണ് എന്ന നിലയ്ക്ക് മാത്രമേ നമുക്ക് തൽക്കാലം അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. വെരിഫൈ ചെയ്യാൻ കഴിയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതാണ് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ റോയിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.